ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വെൽക്കം. ഈ വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് UK അല്ലെങ്കിൽ ഒരു വീട് മേടിക്കാം, അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്ത വീഡിയോ വിസിറ്റിംഗ് വിസേൻ്റെ പേരൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൻ്റെ വിസിറ്റിംഗ് വിസയുടെ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഒത്തിരി പേർക്ക് ഹെൽപ്ഫുള്ളായി. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിച്ച കാര്യം എന്ന് വെച്ചാൽ വീഡിയോ വൈറലൊന്നും ആയിട്ടില്ല, ഇച്ചിരി പേരെ കണ്ടിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി പേര് നമ്മളോട് ഡൗട്ട് ചോദിച്ചു. അപ്പോൾ ഒരാൾക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ വി തോട്ട് ലൈക്ക് വിൽ ഡു എ വീഡിയോ അഗെയിൻ എന്ന് ഓർത്തുകൊണ്ട് UK ഒരു വീട് മേടിക്കുന്ന രീതിയും, ഇത് ജസ്റ്റ് ചുമ്മാ ഒരു വീഡിയോ ആയിരിക്കത്തില്ല, ബൈ ഒരു സീരീസ് ഓഫ് വീഡിയോ ആയിരിക്കും. ഓരോ പ്രോസസ്സും ഓരോ സ്റ്റേജിലും എങ്ങനെയാണ് എന്തൊക്കെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടി, എങ്ങനെ ചെയ്യാം, ഫണ്ട് എങ്ങനെ കൊണ്ടുവരാം, ഫണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ, സേവിങ്സ് ഉണ്ടോ ഇല്ലയോ, ആ രീതി അനുസരിച്ച് നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ ഈ സീരീസിൻ്റെ അകത്ത് കവർ ചെയ്യും. അതുപോലെ തന്നെ ഇത് കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റിൽ നമ്മൾ ഒരു വീട് മേടിച്ച് അതിൻ്റെ അകത്ത് കയറി താമസം എന്നല്ലേ പറയുന്നത്, ഹൗസ് വാമിങ് ചെയ്ത് നമ്മളും വീട്ടിൽ കയറും, നമ്മുടെ വീടും കാര്യങ്ങളും എക്സ്പ്ലോറും ഏപ്രിൽ എൻഡൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളും ഹൗസ് വാമിങ് ഒക്കെ ചെയ്ത് അകത്ത് കയറുന്ന രീതിയിലായിരിക്കും കാണിച്ച് ഈ സീരീസ് തീർക്കുന്നത്. സോ കംപ്ലീറ്റ് പ്രോസസ്സ് നമ്മുടെ കൂടെ നടക്കുന്നത് ലൈവായിട്ടുള്ള പ്രോസസ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സോ വാട്ട് നീഡ്സ് ടു ബി ഡൺ, വി ഷുഡ് നോട്ട് ഡു, A to Z. ഫസ്റ്റ് നമ്മളൊരു വീട് വാങ്ങിക്കുമ്പോൾ മെയിൻ തിങ് ആണ് ഫണ്ടിൻ്റെ റിലേറ്റഡ്. ഇപ്പം നമ്മുടെ കയ്യിൽ ഇവിടെ ഇല്ലെങ്കിൽ നാട്ടിൽ നിന്ന് എങ്ങനെ കൊണ്ടുവരാം, എന്തൊക്കെ ഏതൊക്കെ വേസ്റ്റിൽ. ഇപ്പം നമ്മളിപ്പോൾ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ ഒരു 5,000-6,000 പൗണ്ട്സേ ഉള്ളായിരുന്നു. അപ്പം ബാക്കിയെല്ലാം അവിടെ നിന്നും ഇവിടുന്ന് ഒക്കെ എങ്ങനെ നമുക്ക് റോൾ ചെയ്യാം, എന്ത് ചെയ്യാൻ പറ്റും, ഈ ടിപ്സ് ആൻഡ് ട്രിക്സും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോൻ്റെ അത് ഷെയർ ചെയ്യും. അപ്പം സ്റ്റേ ട്യൂൺഡ്. പിന്നെ വേറെ എന്തൊക്കെയായിരിക്കും നമ്മൾ ഹൗസ് ഹണ്ടിങ് ലൈക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വീട് വാങ്ങിക്കാൻ എന്തൊക്കെയാ ശ്രദ്ധിക്കണ്ടേ, സർവീസിനെ കുറിച്ച് നമ്മൾ പറയും, ഏതൊക്കെ സർവേ നിങ്ങൾക്ക് ചെയ്യേണ്ടി, ഏത് ഏരിയയിൽ നിങ്ങൾ മേടിക്കണം, നിങ്ങളുടെ ജോലി എത്ര ദൂരെ ആയിരിക്കണം, അങ്ങനെ പല ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യും. നമ്മൾ ഇപ്പം ജെന്യൂനായിട്ട് നമ്മളൊരു വീട് മേടിക്കുമ്പോൾ എന്തൊക്കെ നോക്കും, അല്ലെങ്കിൽ നമ്മളൊരു 100 വീഡിയോസ് കണ്ടിട്ടായിരിക്കുമല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ 100 വീഡിയോസിൻ്റെ അകത്ത് കണ്ടിട്ടുള്ള എല്ലാ ജസ്റ്റും നമ്മളെടുത്ത് നമ്മുടെ ഈ സീരീസിൻ്റെ അകത്ത് കയറ്റി എൻഡ് ടു എൻഡ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു അണ്ടർ കൺസ്ട്രക്ഷൻ ആയിട്ടുള്ളൊരു വീഡിയോ, അണ്ടർ കൺസ്ട്രക്ഷൻ അല്ല, ലൈക്ക് ഫുള്ളി ഫർണിഷ്ഡ് അല്ല, ഫർണിഷ്ഡ് അല്ലാത്തൊരു വീട് മേടിച്ച് കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ നിങ്ങൾക്ക് അത് നോക്കാൻ പറ്റും, അതിനെക്കുറിച്ച് എല്ലാം നമ്മുടെ ഈ സീരീസിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. വേറെ എന്തെങ്കിലും വിട്ടുപോയല്ലോ? അല്ല മോർട്ട്ഗേജ് എങ്ങനെ എടുക്കുന്നത്, മോർട്ട്ഗേജ് പ്രൊസീജിയർ, പിന്നെ സോളിസിറ്റേഴ്സിൻ്റെ കാര്യങ്ങൾ ഇപ്പം എങ്ങനെ ഫോളോ ചെയ്യണം, നിങ്ങൾക്ക് ലീസുള്ള വീട് എടുക്കണോ വേണ്ടിയോ, അതോ നിങ്ങൾക്ക് ഫ്രീ ഹോൾഡ് ആയിട്ടുള്ള വീഡിയോ, എനിക്ക് ഇച്ചിരി ടേംസ് അങ്ങോട്ട് കൺഫ്യൂസ് ആയി പോകും. അപ്പം ഫ്രീ ഹോൾഡ് ആയിട്ടുള്ള വീട് എടുക്കണം, അതുപോലെ തന്നെ ചെയിനുള്ള വീട് വേണോ വേണ്ടയോ, വീട് ഏത് ടൈപ്പാണ്, സെമി ഡിറ്റാച്ച് അങ്ങനെ കുറേ ടൈപ്സ് ഉണ്ട് വീട്. എനിക്ക് എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളുണ്ട് ഒരു വീട് വേണ്ടിയത്. അപ്പം അതിന് എനിക്കൊരു 2,000 അല്ലെങ്കിൽ 5,000 പൗണ്ട് കൂടി കഴിഞ്ഞാലും പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ വീട്ടിൽ വേണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നിങ്ങൾ നോക്കട്ടെ. ഇപ്പം എൻ്റെ റിക്വയർമെൻറ്റ് ആയിരിക്കില്ല നിങ്ങളുടെ റിക്വയർമെൻറ്റ്. അപ്പം ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്, നമ്മൾ ഏത് രീതിയിലാണ് നോക്കുന്നത്, പിന്നെ വീട്ടിൻ്റെ അകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഒരു വീടെടുത്ത് കഴിഞ്ഞാൽ തന്നെ ഞാൻ മറ്റേ കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറഞ്ഞോട്ടെ. ഓക്കെ പറയട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളൊരു വീട് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീട് നമ്മളുമായിട്ട് ഫ്രണ്ട്ലി ആകാനായിട്ട് ഒരു സ്മാർട്ട് ഹോം ഓട്ടോമേഷൻ എങ്ങനെ വീടിൻ്റെ അത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് എൻഡ് ടു എൻഡ്. നിങ്ങൾ വീട്ടിൽ കയറുമ്പോൾ തന്നെ ലൈക്ക് ചില ടേംസ് പറയുമ്പോഴത്തേക്ക് വീട് അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്ത് ലൈറ്റ്സ്, ബൾബ്സ്, മ്യൂസിക്സ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനെക്കുറിച്ചും ഡീറ്റെയിൽസ് അതൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഇരുന്ന് റിസർച്ച് ചെയ്തുകൊണ്ട് റിസർച്ച് ചെയ്താൽ എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത്, എവിടെ ഏത് സ്റ്റോറിൽ നിന്ന് എന്തൊക്കെയാ വാങ്ങിക്കേണ്ടത്, എവിടെ നിന്ന് എന്തൊക്കെ ചെയ്യണം, ഇതിൻ്റെ പുറകിൽ ഏതൊക്കെ കടകൾ, നിങ്ങൾക്ക് എവിടെ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ, എനിക്കറിയില്ല എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഇറ്റ്സ് എ സ്ട്രെസ്ഫുൾ കാര്യമായിരിക്കും. ഈ സംഭവങ്ങൾ എല്ലാം നമ്മുടെ ഈ സീരീസിൻ്റെ അത് കവർ ചെയ്യും. സോ നിങ്ങൾ ഇതുവരെ വീട് എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിലും, പ്ലാൻ ചെയ്തിട്ടുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ക്ലിക്ക് ചെയ്തത്, പക്ഷെ ചെയ്തിട്ടില്ലെങ്കിലും എങ്ങനെ നമുക്ക് മുമ്പിലോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, റെൻറ്റ് കൊടുത്ത് നമ്മൾ ഇവിടെ നിന്നിട്ട് വലിയ പ്രയോജനമില്ല. നമ്മുടെ ഒരു ഓണറുണ്ട്, ആ പുള്ളി മോർട്ട്ഗേജ് അടച്ചു പോകാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതിൽ നല്ല കാര്യം തന്നെ. പക്ഷേ എങ്കിൽ നമുക്ക് ഒരു പ്രയോജനമില്ലാതെ നമ്മൾ അവരെ മാത്രം ഹെൽപ്പ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ബാങ്കിനെ ഹെൽപ്പ് ചെയ്യണ്ട, ബാങ്കിനെ നമ്മൾ ലോൺ എടുത്ത് ഹെൽപ്പ് ചെയ്യണ്ടേ. അപ്പോൾ ആ രീതിയിലത്തെ ഈ കാര്യങ്ങളെല്ലാം പറയും.
സോ ബേസിക് നെക്സ്റ്റ് വീഡിയോ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഹൗസ് ഫണ്ട് എവിടുന്ന് തുടങ്ങണം, ഏത് രീതിയിൽ തുടങ്ങണം, ഹൗസ് ഫണ്ടും ഫണ്ടിങ്ങിനെ പറ്റിയും നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അതന്നെ ഹൗസ് ഫണ്ടും ഫണ്ടിങ്ങും സ്റ്റാർട്ടിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാം. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ എവിടെ കോൺടാക്ട് ചെയ്യണം. ഞാൻ കമൻറ്റ് സെക്ഷനിൽ വലുതായിട്ട് വരാറില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ തന്നെ ഡയറക്റ്റ്ലി മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവിടെ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ പോരണ്ട് ഞാൻ ടൈപ്പ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യാറില്ല, ഞാൻ മിക്കവാറും വോയിസ് നോട്ട് ആയിരിക്കും സെൻഡ് ചെയ്യുന്നത്. എനിക്ക് ടൈപ്പ് ചെയ്യുന്നതിലുള്ള പേഷ്യൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് വോയിസ് നോട്ട് നിങ്ങൾ എന്തെങ്കിലും അയക്കുകയാണെങ്കിൽ ഞാൻ അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്ത് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്യാം. സോ നമ്മുടെ ഹൗസ് ജേർണി, നമ്മുടെ വീട് സെർച്ച് ചെയ്യുന്നതിൻ്റെ ജേർണീൻ്റെ അകത്ത് വി റിക്വസ്റ്റ് യു ടു ജോയിൻ വിത്ത് us ആൻഡ് പ്രാർത്ഥിക്കണേ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം പാക്കലാം നെക്സ്റ്റ് വീഡിയോയിൽ. സ്റ്റേ ട്യൂൺ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേര്, ബെൽ ബട്ടൺ ഞെക്കിയിട്ടില്ലെങ്കിൽ ബെൽ ബട്ടൺ ഞെക്കിയേര്, ഫോളോ, ഷെയർ, ലൈക്ക്, വേറെ എന്തെങ്കിലും കമൻറ്റ്, ഇതെല്ലാം സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. താങ്ക്സ് എ ലോട്ട് ഫോർ സപ്പോർട്ടിങ്. ഓക്കെ, സോ നമ്മുടെ ഹൗസ് ഫണ്ട് ജേർണി വിൽ സ്റ്റാർട്ട് ആൻഡ് ഇൻഷാല്ല ബാക്കിയുള്ള വീഡിയോസിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്ക് യു.